ഹായ് എല്ലാവർക്കും സുഖമല്ലേ? അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആർക്കും ഒന്നും നേരമില്ല. ഓരോരുത്തർക്ക് ഓരോ തിരക്കും കാരണമല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിക്കണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആർക്കും ഉണ്ടായെന്നുള്ളത് ഒന്നുകൂടി കമൻറ്റ് ചെയ്യട്ടാ. ഞാൻ കല്യാണം കണ്ടി മുന്നേ ചെറുപ്പത്തിൽ കൂലിപ്പണിക്കൊക്കെ പോയിട്ട് അടിച്ച് പൊളിച്ചിരുന്നു. ഫാൻ്റൊക്കെ ഇട്ട് നല്ല ടോപ്പിലൊക്കെ നടക്കും. അന്ന് ഞങ്ങളുടെ അടുത്ത് 2-3 പയ്യന്മാർ കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഞാൻ കൊടുത്തതിന് പറയില്ല, അവരിൻ്റെ ഡ്രസ്സ് എടുത്ത് കൊണ്ടുപോകും. പിന്നെ തിരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിള്ളേരെല്ലാം എടുത്തോളുന്നു. അപ്പോൾ വേറെ സ്നേഹിതൻ എന്നോട് പറയും, എടാ ഇങ്ങനെ അടിച്ച് പൊളിക്കൊന്നും വേണ്ട, കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസക്കൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ കല്യാണം കഴിയുമ്പോഴല്ലേ അപ്പോഴല്ലേ. അങ്ങനെ സത്യം പറഞ്ഞാൽ ഓൻ പറഞ്ഞത് സത്യമായി. കല്യാണം കഴിഞ്ഞ് മക്കളായി. ഇപ്പോൾ ഞാൻ ഖേദിക്കുകയാണ്. കാരണം ഇനിയുള്ള തലമുറ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അവരാരും കുറേയൊക്കെ നമ്മളെ കാര്യം നമ്മൾ നോക്കണം. ഡ്രസ്സ് വേണമെന്ന് ഇല്ലായല്ല, എന്നാലും അത്യാവശ്യം. പിന്നെ അതല്ല ഇതിൽ ഭയങ്കര അത്ഭുതം. ഇപ്പം നമ്മൾ ഈ ഡ്രസ്സും ഇതൊക്കെ കൊടുത്ത സ്നേഹിതന്മാർ ഗൾഫിലൊക്കെ പോയി ചിലർ കണ്ടാൽ കൊണ്ടും മുണ്ടില്ല, ചിലരും തലാട്ടും. അപ്പോൾ ഒരു ദിവസം ഞാൻ അങ്ങോട്ടും മുണ്ടി, എന്താടാ സുഖമല്ലേ എന്നൊക്കെ വെച്ചാൽ. അപ്പോൾ എന്നോട് ചോദിക്കാടാ, എടാ ഇജ്ജ് ഇപ്പോഴും ഈ കൂലിപ്പണിക്കനെ പോണ്, ഇജ്ജ് ഇപ്പോഴും രക്ഷപ്പെട്ടിട്ടില്ലേന്ന് ഒന്ന് ഓർക്കണം നിങ്ങൾ. ഈ കൂലിപ്പണി എടുത്തിട്ട് ഞാൻ കൊടുത്തിരുന്ന അവനക്ക് ഷർട്ടും ഫാൻറ്റും ഒക്കെ, അതൊക്കെ ഇട്ടിട്ട് അവൻ കോളേജിലേക്കൊക്കെ നടന്നു പോയിരുന്ന പയ്യന്മാരാണ്. ഞാൻ ഒരു വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഭയങ്കര വിഷമമായി ഇവനെ പറഞ്ഞപ്പോൾ. അപ്പോൾ ഒന്നും തോന്നണ്ട, എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. എല്ലാവരും വീഡിയോ കാണുക. ഇനി ഞാൻ നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇത്ര മാത്രമൊക്കെ പറയാനുള്ളൂ.